ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ കറണ്ട് തോട്ട്സ് എന്താണെന്നുള്ളതാണ്. സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 1 മിനിറ്റ് നിങ്ങൾക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. 3 പ്രാവശ്യം സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, ഫോർ ഓഫ് വാണ്ട്സ്, സ്റ്റാർ കാർഡ്, എംപറർ, Queen of Wands, Tower card, 3 of Sword, 9 of Sword, Page of Wands and 8 of Cups. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 7 of Pentacles ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് 4 of Wands കാണാം. സോ അവിടെ ഒരു സോൾമേറ്റ് എനർജി അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ്. സോ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. അതിനുശേഷവും നമുക്ക് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ കാർഡും ഒരു ഹീലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോപ്പ് പ്രതീക്ഷയുടെ ഒക്കെ ഒരു കാർഡാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അത് സോൾവ് ആകുകയും അത് മുന്നോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഹോപ്പ്ഫുൾനെസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് എംപറർ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വീൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ എംപറർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി കുറച്ചുകൂടെ മെച്യൂർഡായിട്ടുള്ളൊരു രീതിയിലായിരിക്കാം എല്ലാം ചിന്തിക്കുന്നത്. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. മേ ബി ആ ഒരു പേഴ്സൺ ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മോസ്റ്റ്ലി അത് എക്സ്പ്രസീവ് അല്ലാത്തൊരു പേഴ്സണായിട്ടാണ് തോന്നുന്നത്. മേ ബി ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഈഗോയിസ്റ്റിക് ആയിരിക്കാം, ഈഗോ ഉണ്ടാകാം, അല്ലെങ്കിൽ കുറച്ച് വാശിക്കാരനായിരിക്കാം അല്ലെങ്കിൽ വാശിക്കാരിയായിരിക്കാം. ആ ഒരു കൈൻഡ് ഓഫ് നേച്ചറായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളടുത്ത് ആ ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ടെങ്കിലും അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വീൻ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതും ഒരു വളരെ പവർഫുൾ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇത് നോക്കുമ്പോഴത്തേക്കും നിങ്ങളും ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പാഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഫ്യൂച്ചർ ഇതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, അത്രമേൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിനുള്ള പവർ നിങ്ങൾക്കുണ്ട്. ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു എന്തോ ഒരു മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിലൊരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായൊരു പേഴ്സൺ വരികയോ അല്ലെങ്കിൽ എന്തോ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ സർപ്രൈസ് ആക്കാം, ചിലപ്പോൾ ഷോക്കായിരിക്കാം. അത് നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിവിടെ എടുക്കാം. സോ അതിന് ശേഷം നമുക്ക് 3 of Swords ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ ഒരുപാട് രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു ചേഞ്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു എന്തോ നിങ്ങൾക്ക് ഇടയിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകും, ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ഹേർട്ട്ഫുൾ ആകും എന്നുള്ളതാണ്. ആൻഡ് അത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഫോൾട്ട് ആകണമെന്നില്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ആയിരിക്കാം. അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്ന കാർഡ് 9 of Swords ആണ്. ഓക്കെ, അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ റീസൺ കാരണം ആ ഒരു വ്യക്തി നല്ല രീതിയിൽ വറി ചെയ്യുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ആങ്സൈറ്റി ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഒരു ഇഷ്യൂസിൽ ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധം ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു വ്യക്തി വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പേജ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അതിനെക്കുറിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇറങ്ങുമെന്നുള്ളതാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നമുക്ക് ആ ഒരു ഫസ്റ്റ് കാർഡിൽ നിന്ന് കണ്ടല്ലോ, ആ ഒരു മാരേജിൻ്റെ കാർഡ് അല്ലെങ്കിൽ ഒരു യൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഈ ഒരു പ്രോബ്ലംസിന് ശേഷം ആ ഒരു വ്യക്തി ഒരുപാട് തളർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇത് സോർട്ട് ഔട്ട് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ആ ഒരു വ്യക്തി മുന്നിലോട്ട് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, ആ ഒരു വ്യക്തിയെ, ആ ഒരു വ്യക്തി തിരിച്ചു വരുമെന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം 8 ഓഫ് കപ്സ്, അതായത് ആ ഒരു ഇത്രയും നമ്മൾ കണ്ടില്ല, ആ ഒരു ഷോക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ആ ഒരു വ്യക്തി ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലോട്ട് എത്തിക്കുകയും പിന്നീട് ആ ഒരു വ്യക്തി അതിൽ നിന്നും ഓവർകം ചെയ്ത് വരുമെന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണൊക്കെ ആ ഒരു വ്യക്തി ഓവർകം ചെയ്ത് മുന്നോട്ട് വരും. ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോഴത്തേക്കും പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹം ഉണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾക്കിടയിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ആൻഡ് അതിനുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യുക, പഴയതെല്ലാം മറക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു വ്യക്തി വന്നാലും ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക, ആ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുക. നിങ്ങൾ ആ ഒരു പേഴ്സൺ അത്രയും ബിലീവ് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, അത് സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇതാണ്. ആൻഡ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും, ഒരുപാട് വിഷമങ്ങളുണ്ടാകും, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ബ്രേക്കപ്പായി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പോയി ഇനി മടങ്ങി വരില്ല എന്നൊരു ഇതിലെടുക്കാണ്ട് നിങ്ങൾക്ക് പറ്റുന്ന എന്താണ് പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം എന്താണ് റീസൺ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഓവറോൾ റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.